ആറന്മുള യു.ഡി.എഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കിയെ തടയാൻ ശ്രമിച്ച എസ്.എഫ്.ഐ പ്രവർത്തകർ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ വോട്ട് ചോദിച്ചെത്തിയപ്പോഴായിരുന്നു തടയാൻ ശ്രമിച്ചത്. എസ്.എഫ്.ഐ കെ.എസ്.യു പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിഷ്ണു വി എസ് ചെയ്തതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. വിഷ്ണു, ഇത് ഏത് സാഹചര്യത്തിലാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? എന്തായിരുന്നു പ്രകോപനം? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ ആറന്മുള നിയോജകമണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കി ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എത്തിയപ്പോഴാണ് എസ്.എഫ്.ഐ പ്രവർത്തകർ തടഞ്ഞത്. കോളേജിലേക്ക് അബിൻ വർക്കി എത്തിയപ്പോൾ കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച അതിലും സംഘവും അബിൻ വർക്കിയോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ കോളേജിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല, മാത്രമല്ല കോളേജിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ്.എഫ്.ഐ ഈ പറയുന്ന സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഒരു സ്ഥാനാർത്ഥി കോളേജിൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വരുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് അതുപോലെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ കാതോലിക്കറ്റ് കോളേജിലും ജില്ലയിലെ വിവിധ കോളേജുകളും ഇലക്ഷൻ ക്യാമ്പയിനുമായി എത്തിയിരുന്നു. പക്ഷേ സെന്റ് തോമസ് കോളേജിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഈ പറയുന്ന അബിൻ വർക്കിയെ കോളേജിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് എസ്.എഫ്.ഐ പ്രവർത്തകർ കെ.എസ്.യു പ്രവർത്തകരുടെ അടുത്തേക്കും സ്ഥാനാർത്ഥിയുടെ അടുത്തേക്കും പാഞ്ഞടുക്കുകയായിരുന്നു. ഏതായാലും സംഘർഷഭരിതമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എത്തി കെ.എസ്.യു പ്രവർത്തകരെ തടഞ്ഞുകൊണ്ട് മാത്രമാണ് വലിയൊരു സംഘർഷത്തിലേക്ക് പോകാത്തത്. പക്ഷേ കോളേജിൽ പലതരത്തിലുള്ള ഉന്തും തെള്ളുമൊക്കെ ഉണ്ടായി. അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ ഉള്ളപ്പോഴാണ് ഇങ്ങനൊരു ഉന്തും തെള്ളുമുള്ള ഉണ്ടായത്. യാതൊരു തരത്തിലും അബിൻ വർക്കിയെ കോളേജിൽ ക്യാമ്പയിനും നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെ എസ്.എഫ്.ഐ പ്രവർത്തകർ ആക്രോശിക്കുകയായിരുന്നു. ഏതായാലും പിന്നീട് രംഗം ശാന്തമായ ശേഷം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കയറി വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് അബിൻ വർക്കി മടങ്ങിയത്. ശരി, എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ ശാന്തമാണ്.